ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന ED ആയാലും പിണറായി സർക്കാരിൻ്റെ തന്നെ SIT ആയാലും പിടിക്കുന്നതും കണ്ടെത്തുന്നതുമെല്ലാം CPM നേതാക്കളുടെ മോഷണത്തിലെ പങ്കും അതുപോലെ നേതാക്കളുടെ കാട്ടുകൊള്ളയുമാണ്. ബാക്കിയുള്ളത് ഇനിയിപ്പോൾ വിജിലൻസ് മാത്രമാണ് ചിലത് കണ്ടെത്താനുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും തുമ്പു കിട്ടാൻ അവരെ പറഞ്ഞയച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. അതുപ്രകാരം ശബരിമല കൊടിമരക്കൊള്ളയിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഈ പറഞ്ഞുവിട്ട വിജിലൻസ്. കൂടുതൽ പേരിൽ നിന്നും മൊഴിയെടുപ്പ് നടത്തിയ വിജിലൻസ് തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. കൊടിമരം നിർമ്മിച്ച അനന്തൻ ആചാരിയിൽ നിന്നും അതുപോലെ തിരുവാഭരണം കമ്മീഷണർ ഓഫീസിലെ സൂപ്രണ്ടായിരുന്ന ആളുമായിട്ടാണ് ഇപ്പോൾ പ്രധാനമായും മൊഴിയെടുപ്പ് നടന്നത്. ചെമ്പുപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തികൾ ചെയ്തുവെന്ന് അനന്തൻ ആചാരി മൊഴി നൽകിക്കഴിഞ്ഞു. അതുപോലെ അന്വേഷണത്തിന്റെ ഭാഗമായി ദേവസ്വം ഓഫീസിലെ രേഖകളെല്ലാം പിടിച്ചെടുത്തിരിക്കുകയാണ്. രേഖകളെല്ലാം നമുക്കറിയാം സ്വർണം കട്ട CPM നേതാക്കൾക്ക് എതിരാണ് എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു കാര്യം തെളിഞ്ഞു വരുമ്പോൾ ആ രേഖകളെല്ലാം പിടിച്ചെടുത്ത് വിജിലൻസ് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളൊരാശങ്കയാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളത്. CPM നേതാക്കളും സർക്കാരും കട്ടുമുടിച്ചു എന്ന് പറയുന്ന ശബരിമലയിലെ സത്യങ്ങൾ എല്ലാം ആ രേഖകളിൽ മുഴുവനുണ്ട് എന്നിരിക്കെ കൊണ്ടുപോയ രേഖകൾ എന്താകും എന്നുള്ള ഒരു ചോദ്യം ആണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഏതായാലും കൊടിമര നിർമ്മാണ ചിത്രങ്ങളും അടക്കമുള്ള രേഖകൾ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. അതായത് ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വൻ കൊള്ള നടന്നു എന്നാണ് വിജിലൻസ് പറയുന്നത്. കൊടിമര നിർമ്മാണത്തിന് ശേഷം 30 പവൻ സ്വർണം ബാക്കി വന്നിരുന്നതായി ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു. കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി 9 കിലോ 570 ഗ്രാം സ്വർണമാണ് ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ടായിരുന്നത്. ഇതിൽ 9 കിലോ 340 ഗ്രാം സ്വർണമാണ് കൊടിമര പുനഃപ്രതിഷ്ഠക്കായി ഉപയോഗിച്ചത്. ബാക്കി വന്ന 30 പവൻ സ്വർണത്തിന്റെ കണക്കുകൾ ദേവസ്വം ബോർഡിന്റെ പക്കൽ ഇല്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അങ്ങനെ കട്ടുമുടിച്ച ഒരു സാധനത്തിൻ്റെയും കണക്ക് ദേവസ്വം ബോർഡ് വെക്കാറില്ല. അതിപ്പോൾ അവസാനം അയ്യപ്പ സംഗമത്തിൽ നമ്മൾ കണ്ടതാണ്. അതായത് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി 27 ഭക്തരിൽ നിന്ന് സംഭാവനയായി ലഭിച്ച 412 ഗ്രാം സ്വർണമാണ് ഇങ്ങനെ കാണാതായിരിക്കുന്നത്. അത് ആര് കൊണ്ടുപോയി എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. എന്നാൽ ഇതിൽ ചില ഭക്തർ നൽകിയ സ്വർണത്തിന് രേഖകളെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. സ്വർണം നൽകിയത് ഉറപ്പാണ്. 27-ൽ 12 പേർക്കും രസീതി നൽകാതെയാണ് സംഭാവനകൾ സ്വീകരിച്ചത്. സംഭാവന നൽകിയവരിൽ സിനിമാ നടന്മാരും നിർമ്മാതാക്കളും ഉൾപ്പെടെയുള്ളവർ പെട്ടിട്ടുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ചിലരുടെ മൊഴി രേഖപ്പെടുത്തി. സംഭാവന നൽകിയ മറ്റുള്ളവരുടെ മൊഴി പെട്ടെന്ന് തന്നെ രേഖപ്പെടുത്തുമെന്ന് വിജിലൻസ് പറയുന്നുണ്ട്. സ്വർണം പൊതിഞ്ഞ പഴയ കൊടിമരത്തിന്റെ അടിഭാഗം ദ്രവിച്ചു എന്ന് പറഞ്ഞായിരുന്നു 2017-ൽ വൻ തുക ചെലവഴിച്ചുകൊണ്ട് പുതിയതൊന്ന് നിർമ്മിച്ചത്. എന്നാൽ ദേവസ്വം വിജിലൻസ് വിഷയത്തിൽ അന്വേഷണം നടത്തുകയും 2017-ൽ കൊടിമരം മാറ്റി സ്ഥാപിച്ചതിൽ സ്വർണവും പണവും ദുരുപയോഗം ചെയ്തുവെന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇത് ശരിവയ്ക്കുന്ന റിപ്പോർട്ടായിരുന്നു SITയും പിന്നീട് സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാന വിജിലൻസിലേക്ക് കൊടിമരക്കൊള്ളയുടെ അന്വേഷണം എത്തുന്നത്. ഈ 2017-ലെല്ലാം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയായിരുന്നു. സ്വർണ്ണമോഷണം മുതൽ അയ്യപ്പ സംഗമം വരെയുള്ള എല്ലാ തട്ടിപ്പും പുറത്തു വന്നപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം തന്നെ അവസാനിച്ച മട്ടാണുള്ളത്. അതിനിടയിലാണ് വിജിലൻസിനെ അയച്ച് ചില നീക്കങ്ങളും നടത്തുന്നത്. ഏതായാലും അതെല്ലാം ശബരിമലയിലെ അയ്യപ്പൻ്റെ മുതലാണ്. സത്യം തെളിഞ്ഞു വരിക തന്നെ ചെയ്യും.